ഹായ്, ഞങ്ങൾ ഡൽഹിയിൽ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങളത് ഇപ്പോൾ എയർപോർട്ടിലാണ്. തിരിച്ച് നാട്ടിലേക്ക് പോവാം. ഇന്നങ്ങനെ കാര്യമായിട്ട് സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തില്ല. ഷോപ്പിംഗ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് സ്ഥലങ്ങളുടെ ഒന്നും വീഡിയോസൊന്നും ഇല്ലാതായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. 1 വീക്കിലത്തെ ഡൽഹി ട്രിപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇതിപ്പോൾ ഡൽഹി എയർപോർട്ടിലാണ്. ഞങ്ങളുടെ ബാഗേജൊക്കെ ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ ബഹുലമായ കാഴ്ചകൾക്കും എല്ലാ ശേഷം ഞങ്ങൾ തിരിച്ചു വിടുക നാട്ടിലേക്ക്. അതേപോലെ എയർപോർട്ടിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൽഹിയിലും ആഗ്രയിലും മധുരയിലുമായിട്ടൊക്കെ ഞങ്ങൾ കറങ്ങി നടന്നെടുത്ത വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ബാഗ് ഡ്രോപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞതാണ്. ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആക്ച്വലി കണക്റ്റഡ് ആണ് ഫ്ലൈറ്റ്. കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് കിട്ടിയത്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിൻ അങ്ങനെ കിട്ടിയിരിക്കുന്നത്. എന്ത് പറയുന്നത്, ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ട്രെയിനായിരുന്നു പ്ലാൻ ചെയ്തത്. വന്നത് ട്രെയിനിനാണ്. തിരിച്ച് റിട്ടേൺ ട്രെയിനിൽ പോകാൻ കുറച്ച് ബഡ്ജറ്റ് ട്രിപ്പ് ആവാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേ ചതിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. കൺഫർമേഷൻ കിട്ടിയില്ല. പിന്നെ സഡനായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോരുക. അങ്ങനെ ബഡ്ജറ്റ് ട്രിപ്പിൻ്റെ പ്ലാനൊക്കെ പോയി. ഓക്കെ, എല്ലാവരും ഉണ്ട് കൂടെ. ഹലോ ഗൈസ്, എന്റെ വലിയ ആഗ്രഹമായിരുന്നു എയർപോർട്ടിൽ കയറണമെന്ന്. പ്രയാഗ് ഇതൊരു ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടില്ല. പ്രയാഗിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് അല്ലേ? അതെ, പ്രയാഗിന്റെ ഭയങ്കര ആഗ്രഹമാണ്. പ്രയാഗ് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ച് ട്രെയിൻ ഞങ്ങൾക്ക് കൺഫർമേഷൻ ആവാൻ ഞാൻ തോന്നുന്നുണ്ട് അല്ലേ പ്രയാഗ? എന്റെ പ്രണവ് പിന്നെ മുന്നേ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അവന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പ്രയാഗ് ട്രാവൽ ചെയ്തിട്ടില്ല ഫ്ലൈറ്റിൽ, ഫസ്റ്റ് ടൈമാണ്. സോ പോട്ടെ. ഡൽഹി എയർപോർട്ടാണ്. ഭയങ്കര കഴിഞ്ഞു, സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബാഗൊക്കെ ഞങ്ങൾക്ക് ഇനി കൊച്ചിയിൽ കളക്ട് ചെയ്താൽ മതി. ഇറങ്ങി കയറി ബാംഗ്ലൂർ കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം അവിടെ ലേ ഓവറുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ നാളെ ആവും എത്തുമ്പോൾ. ഇപ്പം ഞങ്ങളിവിടുന്ന് 9 മണി കഴിയുമ്പോൾ 9:15 കഴിയുമ്പോൾ പോരും. പക്ഷേ കൊച്ചിയിലെത്താൻ നാളെ ആവും, ലേ ഓവർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്ക് കാണിക്കാം. ഇതാണ് ഡൽഹി എയർപോർട്ട്. സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. വലിയൊരു എയർപോർട്ടാണ്, ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഗേറ്റ് നമ്പർ 38 പോകേണ്ടത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഡൽഹി എയർപോർട്ടിൽ ഇല്ലാത്ത ഷോപ്പുകളൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫേമസ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ഇവിടെ സ്കെച്ചേഴ്സ് കാണാം, ഹഷ് പപ്പീസ് കാണാം, എല്ലാം സകലമാന സംഭവമുണ്ട്. ഞങ്ങൾ തിരക്ക് പിടിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് വല്ല വാങ്ങിച്ച് കഴിക്കണം. കത്തി റേറ്റ് ആയിരിക്കും. എയർപോർട്ടിലെ റേറ്റ് അറിയാമല്ലോ, വഴി റേറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് വാങ്ങിച്ച് വല്ലതും കഴിക്കണം. പിന്നെ ബാംഗ്ലൂർ ലേ ഓവറുണ്ട്. അന്നേരം പിന്നെ ലോഞ്ചിലോ വല്ലതും കയറണമെന്ന് വിചാരിക്കണേ. അവിടെ എന്തൊക്കെയോ സാധനം ക്രിസ്മസ് ആയതുകൊണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ, പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു ഒരു സാധനമുണ്ട്, ഒരു മണി വെച്ചിട്ടൊരു സംഭവം. നമുക്കൊന്ന് പോയി നോക്കിയാൽ എന്താന്ന്. മണി വെച്ചിട്ടൊക്കെ ചെറിയ ചെറിയ മണി വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സാധനം. വാ, ഒരു ഒരു ഫേസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മുഖം പോലെ ഉണ്ട്. കണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു ബ്രാസിൻ്റെ മണികൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ഒരു കളർഫുൾ ആനയൊക്കെ ഉണ്ട്. ഒന്നല്ല, 2 കളർഫുൾ ആനയുണ്ട്. നല്ല ഭംഗി. ഇത് രസമായിട്ട് വരച്ചു ചെയ്യണേ. പിന്നെ ക്രിസ്മസിൻ്റെ ട്രീയും കാര്യങ്ങളും, ക്രിസ്മസ് വൈബാണ് മൊത്തത്തിൽ എയർപോർട്ടിൽ. പിന്നെ അവിടെ കറങ്ങുന്ന എന്തൊക്കെയോ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പ്രയാഗ അതെല്ലാം അങ്ങോട്ട് ഓടിപ്പഞ്ഞ് കിടക്കുക. പ്രയാഗയുടെ ഫസ്റ്റ് എയർപോർട്ട് എക്സ്പീരിയൻസ് അല്ലേ. സോ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടു, ഓടിക്കളിച്ച് നടക്കട്ടെ പറഞ്ഞു. ഇരുന്നോ? എക്സൈറ്റഡ് ആണോ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ? ഭയങ്കര എക്സൈറ്റഡ് ആണോ? പനിയൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. പനിയും വയറിനസുഖമൊക്കെ ആയിട്ട് കൊച്ചു ടൂർ അധികം അങ്ങനെ അത്രയും എൻജോയ് ചെയ്തില്ല. പക്ഷെ ഇന്നാണ് ഇച്ചിരി ആക്റ്റീവാണ്. അവിടെ കറങ്ങുന്നതൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഭയങ്കര എയർപോർട്ട്. ഇതിന് പുറയിൽ മുടി കെട്ടി വെച്ചിരിക്കുന്ന പോലെ, കൊണ്ട കെട്ടി വെച്ചിരിക്കുന്ന മണി, ഇതെല്ലാം ഫുള്ള് ബ്രാസിൻ്റെ മണി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് രസം നോക്ക്. വാ, കൊള്ളാം അല്ലേ? ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 അവറിനുള്ളിൽ ഞങ്ങൾക്ക് ബോട്ടിങ് തുടങ്ങും. കയറണം, ഫ്ലൈറ്റിൽ കയറണം. കൊള്ളാം, അടിപൊളി. അവിടെ ലോഞ്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ലോഞ്ചിലൂടെ ലോഞ്ചിൽ കയറാൻ സമയമില്ല. പെട്ടെന്ന് കയറണം. ബാംഗ്ലൂർ ലോഞ്ചിൽ പോയിട്ട് കയറാമെന്ന് വിചാരിക്കുന്നത്.
എല്ലാ ബ്രാൻഡുകളുടെ ഉണ്ട് കേട്ടോ ഷോറൂം. ഒരു ഷോപ്പിംഗ് മാൾ പോലെ ഉണ്ട് ഇവിടുത്തെ ബാംഗ്ലൂർ ഡൽഹി എയർപോർട്ട്. ഞങ്ങൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഡൊമിനോസിൽ വന്നൊരു പിസയൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാൻ മറന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് സാധാരണ ഡൊമിനോസിന് മേടിക്കുന്ന ഡബിൾ പ്രൈസിൽ വാങ്ങിക്കേണ്ടി വന്നു. കിട്ടാൻ വെയിറ്റിംഗാണ്. അജി ഹായ് പറ. കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല കക്ഷിക്ക്. ഇപ്പോഴാണ് ഇച്ചിരി എനർജി ആയി വന്നേ. ഇവിടെ നല്ല തണുപ്പാട്ടോ. ഈ ഒരു വിൻ്റർ സമയത്ത് ഡൽഹി യാത്ര കുറച്ച്, ഡൽഹി അല്ല ചില ആൾക്കാർക്ക് ഈ സമയത്ത് കാശ്മീരൊക്കെ പോകാൻ വേണ്ടി ഞാൻ വന്ന ട്രെയിനിലുണ്ടായിരുന്നു. ഇവിടെ ഇത്ര തണുപ്പാണെങ്കിൽ അവിടെ എന്തായിരിക്കും. ജാക്കറ്റും എല്ലാം ഇട്ട് നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ബാംഗ്ലൂർ എന്ന് കഴിയുമ്പോൾ ജാക്കറ്റ് ഊരേണ്ടി വരും മിക്കവാറും. ഇവിടുത്തെ തണുപ്പ് അവിടെ കാണാൻ വഴിയില്ലല്ലോ. പിന്നെ പെട്ടിക്ക് വെയിറ്റ് കൂട്ടണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ജാക്കറ്റൊക്കെ കച്ചൊക്കെ ഇട്ടു. ഇനി ഇതുകൂടി പെട്ടിക്കകത്ത് വെച്ച് വെയിറ്റ് കൂട്ടണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സംഭവബഹുലമായ ഒരാഴ്ചത്തെ യാത്രയായിരുന്നു. ഭയങ്കര സംഭവബഹുലമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത എല്ലാ ട്രെയിനുകളും ക്യാൻസൽ ചെയ്ത് വേറെ ബുക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് ഏറ്റവും കഷ്ടം. ആദ്യം ബുക്ക് ചെയ്തത് കൺഫേം ആവില്ല എന്നിട്ട് പെട്ടെന്ന് വേറെ ബുക്ക് ചെയ്തു. പിന്നെ ആഗ്രയ്ക്ക് പോയതാണല്ലോ ട്രെയിൻ ഡിലേ ആയി, മധുരയ്ക്ക് പോയ ഡിലേ ആയി, മധുരയിൽ നിന്ന് ആഗ്രയിലേക്കുള്ളത് ആഗ്രയിൽ നിന്ന് തിരിച്ചുള്ള ട്രെയിൻ ഡിലേ ആയി. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മൊത്തം. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയ പ്ലാനിങ് പോലെ ആസ് പെർ ദ പ്ലാനേ അല്ല നടന്നത്. പക്ഷേ അന്നേരം ഡിസിഷൻ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഓൾട്ടർനേറ്റീവായിട്ട് ബുക്ക് ചെയ്ത് എല്ലാം. ആഗ്രയിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോയി ഞങ്ങൾ ലേറ്റായി ഞങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ട്രിപ്പ് അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ട്രിപ്പ് അടിപൊളിയായി. അവസാനം ലാസ്റ്റ് മൊമെന്റിൽ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായി വെച്ചാൽ കൺഫേം ആയില്ല, ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ, ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ട്രാവൽ ഏജൻസി ഒന്നും എടുത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല പാക്കേജ് ടൂറൊന്നും അല്ലാത്തതുകൊണ്ട് പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. സോ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക, ഫിനാൻഷ്യലി ആയിട്ടല്ലാതെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ള മാത്രമേ ഒരു ട്രിപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. പക്ഷേ ഇവിടെ വിസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ പല ട്രെയിനുകളും ക്യാൻസൽ ആവുക, ലേറ്റ് ആവുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ട്രെയിൻ ആയാലും ഫ്ലൈറ്റ് ആയാലും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഓൺ വണ്ടിയെ പോയാൽ പോലും പല കാരണങ്ങളുണ്ട് ചേഞ്ചസ് ഒക്കെ വരാം. നമ്മൾ ട്രാവൽ പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അസുഖങ്ങൾ വരാം. പ്രയാഗിക്ക് ഛർദി വന്നു, ഇടയ്ക്ക് പനി വന്നു, പല പ്രശ്നങ്ങൾ വരാം. പക്ഷേ നമ്മൾ അതെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ആയിട്ട് പോവുക. പിന്നെ ധൈര്യമായിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് കാര്യമായിട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളെയൊക്കെ ആയിട്ട് പോകും, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് തന്നെ പോയില്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ, ടിക്കറ്റ് ക്യാൻസൽ ആവുക, ട്രെയിൻ ക്യാൻസൽ ആവുക, ട്രെയിൻ ഡിലേ ആവുക, കറക്റ്റ് സമയത്ത് എത്താതെ ഞങ്ങൾക്ക് താജ്മഹൽ അന്ന് കാണാൻ പറ്റാതെ പിറ്റേ ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് റൂമിൽ താമസിക്കേണ്ടി വരിക. കയ്യിലൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു, ഇട്ടോണ്ടിരിക്കുന്ന ഡ്രസ്സായിരുന്നു. പിന്നെ സഡനായിട്ട് അവിടെ ഒരു കടയിൽ കയറി എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ മേടിച്ചു. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ടായി. സംഭവ ബഹുലമായ ട്രിപ്പായിരുന്നു. പക്ഷേ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളിപ്പോൾ എയർപോർട്ട് വരെ എത്തിയിട്ടുണ്ട്. നാളെ ഞങ്ങൾ കൊച്ചിയിലെത്തും. അപ്പോൾ ഫാമിലിയായിട്ട് ഞങ്ങളെപ്പോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫാമിലിയായിട്ട് പോകേണ്ടപ്പോൾ ചെറിയ അഡ്വൈസ് പോലെ ചെറിയൊരു ടിപ്പാണ്. നമ്മളെപ്പോഴും ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളെല്ലാം കരുതാണ്. ആയിട്ടുള്ള എക്സ്പെൻസുകൾ പലതും കയറി വരും. ട്രാവൽ ഇൻഷുറൻസ് എടുക്കുവാണ് അത്രയും നല്ലത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. ക്രെഡിറ്റ് കാർഡ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസലായാൽ നമുക്ക് ഇതിൻ്റെ ക്ലെയിമൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവെയറായിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ബോർഡിങ് തുടങ്ങും. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ പിസ്സ വെയിറ്റിംഗ് ആണ്. കഴിച്ചിട്ട് വേണം കയറാൻ. ആ ഒരു ടൈമിലാണെന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത്. ഇനി ഞാൻ മിക്കവാറും ബാംഗ്ലൂർ ചെന്നതിന് ശേഷം ബാക്കി അപ്ഡേറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, അന്നലെ ഇങ്ങോട്ട് കയറാൻ പോവാണ്. ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. കയറാൻ പോവാം. നിൽക്കുകയാണ്. എല്ലാ ആൾക്കാരും നടന്നു തുടങ്ങി. ഒരു പ്രയാഗ ഫ്രണ്ട് നടന്നു.
അത് ഫ്രണ്ട് നടന്നു, ഫ്രണ്ട് നടന്നോ, ഫ്രണ്ട് നടക്ക്. വേഗം നടക്കുകയാണ് ഭയങ്കര ഫസ്റ്റ് ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ കയറാൻ പോണേ. അത് തന്നെ, ഈ ഫ്ലൈറ്റിൽ കത്തിയിട്ടേക്കുന്നുണ്ട്, അതിൽ നമ്മൾ കയറാൻ പോണേ. इसका फर्स्ट फ्लाइट है इसलिए. Excuse me. Boarding pass. Boarding pass दिखा दीजिए अपनी लाइन. അങ്ങനെ പ്രയാഗ് ആദ്യമായിട്ട് വിമാനത്തിലേക്ക് കാല് വെക്കുന്നു. Your first flight. Hello. Hi. First flight now? Yeah, it's her first What's her flight. seat number? 29C actually. Yeah, I think Give she'll the be sitting. certificate to her. She's the first time flyer with us. Yeah, she'll be sitting with us. I think he'll be sitting on the 29C. I think she'll be in the 25th F. Just inform the app crew, okay? Press the button after takeoff. Yeah, yeah, After landing, we'll give you. yeah. Thank you. Bye. Dear guests, may I have your attention please? The aircraft അങ്ങനെ കുട്ടത്താ കയറി any electronic devices. Thank you. ഏതാണ് സീറ്റ്? സ്റ്റേറ്റ് കണ്ടുപിടിച്ചിരിക്കാം കേട്ടോ. नमस्कार कृपया ध्यान दें ഹലോ ഗൈസ്, നമ്മളിപ്പോ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിന്റെ ആ താഴെ കണ്ടപ്പോഴത്തെ കാഴ്ചയെല്ലാം കണ്ടോ? പുറത്തെ കാഴ്ച നമുക്ക് കാണത്തില്ല, അകത്തെ കാഴ്ച കാണത്തുള്ളൂ. ഹായ് വരാം. തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ട് ബാക്കി പറയാൻ വരാം. ഇപ്പം ഇത് ഓഫ് ചെയ്യണം. ബാംഗ്ലൂർ എത്തിയിട്ട് ബാക്കി പറയാൻ വരാം. ബാംഗ്ലൂർ എത്തിയിട്ട് ബാക്കി പറയാം. ഓക്കേ. ബൈ. പ്രയാഗയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ പ്രത്യേകമായി ഷൂട്ട് ചെയ്തതാണ്. അവൾ വലുതാവുമ്പോൾ അവൾക്കത് കാണുമ്പോൾ വളരെ സന്തോഷമാവും. ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ചില മൊമെൻറ്റ്സ് അല്ലേ. അതിനുവേണ്ടി മാത്രം ഞാൻ ഈ ഒരു സമയത്ത് അവളുടെ എക്സൈറ്റ്മെൻറ്റ് ഷൂട്ട് ചെയ്തതാണ്. പറക്കാൻ പോവാ അല്ലേ? ഫ്ലൈറ്റിൽ പറക്കാൻ പോവാ. ഒരു ഫ്ലൈറ്റ് പോവാ. ഫ്ലൈറ്റ് പോയല്ലേ? അല്ലാതെ ഫ്ലൈറ്റ് അല്ലേ പറഞ്ഞത്? ഇത് നമ്മുടെ ഫ്ലൈറ്റാണ് പറക്കാൻ പോണേ. ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പോയി. ഇന്ത്യയിലോ കുറേ എണ്ണം കുറേ എണ്ണം ചെന്നപ്പിന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കില്ല, ബാക്കിലേക്ക് ചലിക്കണം, ബാക്കിലേക്ക് ചലിക്കുക. അങ്ങനെ ഇരിക്കണം കേട്ടോ. അതൊന്നാമത്തെ ഫ്ലൈറ്റ് പോകുന്നത് വരെ അങ്ങനെ ഇരിക്കണം കേട്ടോ. ഒരു ടൈമിരിക്കല്ലേ. രസമാണ്. ഫ്ലൈറ്റ് എന്നാ പറഞ്ഞത് അമ്മേ? She's excited. പറഞ്ഞല്ലോ.
ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ഇതാ പറയുന്നുണ്ട് വെൽക്കം ടു ബാംഗ്ലൂർ. ഇവിടെ ഇനി 11 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 11 മണിക്കേ ഉള്ളൂ. ഇപ്പോഴത്തെ 12 മണി രാത്രി 1 മണി ആയുള്ളൂ. നാളെ 11 മണിക്കാണ് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ്. പ്രായക ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങളെന്തായാലും ഒന്ന് ബാംഗ്ലൂർ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ച് കയറി വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ബാംഗ്ലൂർ ഞങ്ങളുടെ പഴയ തട്ടകത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരു. ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ തന്നെയാണ്. ഉടനെ തന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് നടക്കും. ഞങ്ങൾക്കൊരു 11 hours ലേ ഓവർ ഉണ്ടായിരുന്നു ഇവിടെ എയർപോർട്ടിൽ തന്നെ. ഞങ്ങൾ ആദ്യം പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങി, പിന്നെ ഇവിടെ എയർപോർട്ടിൽ കയറി തിരിച്ച് എയർപോർട്ടിൽ രാത്രി തന്നെ കയറി അതെല്ലാം വെളുപ്പിൽ കയറി ഫ്രഷായി കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. എയർപോർട്ടിൽ നിന്ന് തന്നെ ഇതായപ്പോൾ ഞങ്ങൾ ബോർഡിങ് തുടങ്ങാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം കഴിച്ചു. ഇവിടെ ഇവിടെയാണ് അതെ പ്ലേ ഏരിയ ഉണ്ട്. ഏരിയയാണ് ഇത് കേട്ടോ. ഈ കറങ്ങുന്ന സാധനവും ഒക്കെ പിള്ളേരുടെ പ്ലേ ഏരിയയാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. കോയിലിട്ട് കളിക്കണം നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞങ്ങൾ വേറെ ടോയ് വാങ്ങിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ബോർഡിങ് തുടങ്ങും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഗേറ്റിൽ അങ്ങോട്ട് പോവാം. തിരിച്ചിനി കൊച്ചിയിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഇപ്പം പൈ പറയണ്ട. ഞങ്ങൾ കൊച്ചിയിലെത്തിയിട്ട് ആയിരിക്കുമല്ലേ പയ്യൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു 7-8 ദിവസം നീണ്ടുന്ന സംഭവബഹുലമായൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. നമ്മൾ കോട്ടയത്ത് നിന്ന് ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് മധുര പോയി. മധുരയിൽ നിന്ന് ആഗ്ര പോയി. ആഗ്രയിൽ നിന്ന് വീണ്ടും ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് അവിടെ ബാംഗ്ലൂരൊക്കെ നിൽക്കുവാണിപ്പോൾ. ഇവിടെ നിന്ന് കൊച്ചി പോകും. കൊച്ചിയിൽ നിന്ന് പിന്നെ കോട്ടയത്തേക്ക് വണ്ടി വിളിച്ച് പോകും. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ എന്താ പറയുക ക്രിസ്മസ് വെക്കേഷൻ സമാപ്തമായി എന്ന് പറയാം. അപ്പോൾ കൊച്ചിയിലെത്തിയതിന് ശേഷം കാണാം. ഫൈനലി ഞങ്ങളങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് കൊച്ചിയിലെത്തി. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോകളും കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇനിയും തുടരെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ബൈ.